നമസ്കാരം. 2025 ഏപ്രിൽ മാസം 24-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 11-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 4-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ 6:13 അസ്തമയം വൈകുന്നേരം 6:28 വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം 6:28 അസ്തമയം. ഉദയാൽപരം നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് 10:51 വരെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉദയാൽപരം നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രം 27 നക്ഷത്ര ജാതകരെയും വ്യാഴാഴ്ച രാവിലെ 10:51 വരെ ഉച്ചയ്ക്ക് മുമ്പുള്ള 10:51 വരെ സ്വാധീനിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉദയാൽപരം നക്ഷത്രം ചതയ നക്ഷത്രമാണ്. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:13 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചുയർന്ന് ഏകാദശി തിഥിയിൽ കൂടി യാത്ര തുടരുന്നു. ഏകാദശി തിഥി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:28 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ദ്വാദശി തിഥിയിൽ കൂടി സൂര്യദേവൻ യാത്ര ചെയ്തു വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുമ്പോൾ ചന്ദ്രദേവൻ കടന്നു വരുന്നു. നിലാവ് നന്നേ കുറഞ്ഞുള്ള ഒരു രാത്രിയുമായിട്ട് ചന്ദ്രദേവൻ കടന്നു വരികയാണ്. അങ്ങനെ ഈ പ്രകൃതിക്കൊരു രാത്രിയെ സമ്മാനിക്കുന്നു. ജീവജാലങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം വിശ്രമിക്കുവാൻ വേണ്ടിയുള്ള ശാന്തസുന്ദരമായ ഒരു രാത്രിയെ സമ്മാനിക്കുന്നു. അങ്ങനെ വ്യാഴാഴ്ച ദിവസം പകലും രാവുമായിട്ട് 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു. വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചതയ നക്ഷത്രമാണല്ലോ. ചതയ നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 10:51 വരെ ഉണ്ടായിരിക്കും. പിന്നീട് പൂരുട്ടാതി നക്ഷത്രമാണ് ആരംഭിക്കുക. വ്യാഴാഴ്ച ദിവസം ഏറ്റവും കൂടുതലായിട്ട് 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ്. അപ്പോൾ പൂരുട്ടാതി നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പറയുന്നത്. പൂരുട്ടാതി നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 10:51 ആരംഭിച്ച് വെള്ളിയാഴ്ച രാവിലെ ആ നക്ഷത്രം അവസാനിക്കും. വെള്ളിയാഴ്ച രാവിലെ 8:55 നക്ഷത്രം അവസാനിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരുട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭക്കുറിലും അവസാനത്തെ ഒരു പാദമാണ് മീനക്കുറിലും ഉള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കുംഭക്കുറിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്ര സമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ 10:51 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 4:51 വരെയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരുട്ടാതി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം രാവിലെ 10:51 മുതൽ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തിരുവോണം, പൂരാടം, ചതയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ വ്യാഴാഴ്ച രാവിലെ 10:51 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8:55 വരെയുള്ള സമയം അനുകൂലമായ അനുഭവങ്ങൾ പ്രകടമാകുന്ന സമയമാണ്. അല്ലെങ്കിൽ അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ അനുഭവങ്ങൾ പൂരുട്ടാതി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച രാവിലെ 10:51 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8:55 വരെയുള്ള സമയത്ത് വന്നു ചേരുന്നു. ഏതൊക്കെ നാളുകാർക്കാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം. തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തിരുവോണം, പൂരാടം, ചതയം ഇത്രയും നാളുകാർക്കാണ് പൂരുട്ടാതി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച രാവിലെ 10:51 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8:55 വരെയുള്ള സമയത്ത് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇതേ സമയത്ത് വ്യാഴാഴ്ച രാവിലെ 10:51 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8:55 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ പൂരുട്ടാതി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ആയില്യം, ഉത്രം, അവിട്ടം, ഉത്രാടം, മൂലം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരും. തീർച്ചയായിട്ടും 100% ഏതെങ്കിലും വിധത്തിലുള്ള ടെൻഷൻ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടിയൊക്കെ ജീവിക്കുക. പ്രതിസന്ധികളിലാകപ്പെടാതെ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്തു പോകണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ആരംഭിക്കുക. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നവരെ എല്ലാവരെയും മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:13 മുതൽ
9:13 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:43 മുതൽ ഉച്ചകഴിഞ്ഞ് 1:43 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോൾ 2-3 വർഷം കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ വളരെയേറെ സന്തോഷിക്കുവാനുള്ള വകകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ജ്യോതിഷം സത്യമാണ്. ജ്യോതിഷം പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. യാതൊരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. പ്രിയപ്പെട്ട വിശ്വാസത്തോടുകൂടി ചെയ്യുക. ഇനിയും സംഖ്യാ ജ്യോതിഷമാണ് പറയുന്നത്. സംഖ്യാ ജ്യോതിഷത്തിൻ്റെ ഉപവിഭാഗമാണ്. ഹസ്തരേഖാശാസ്ത്രമൊക്കെ പോലെ ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് സംഖ്യാശാസ്ത്രം. പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത്. തീയതി 24 ഒറ്റസംഖ്യയാക്കുമ്പോൾ 6 വരും. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കടുന്നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്തമമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനിയും ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് ഈ പൂരുട്ടാതി നക്ഷത്രപ്രകാരം. പൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ 10:51 മുതലാണ്. അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 8:55 അപ്പോൾ ഈ സമയത്ത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായ നേട്ടം, ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ധനപരമായ നേട്ടമുള്ള നാളുകാർ, ധനം കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ നക്ഷത്രജാതകർ ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പൂരുട്ടാതി നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ 10:51 മുതൽ ചതയം, രോഹിണി, അശ്വതി, മകം, പുണർദം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം, ധനം കൊടുത്തു വാങ്ങുവാനൊക്കെ അനുകൂലമായ സമയം, ധനപരമായ ഇടപാടുകൾ നടത്തുവാൻ അനുകൂലമായ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാർക്ക് ധനപരമായ നേട്ടം, എല്ലാം കൊണ്ടും ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച രാവിലെ 10:51 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8:55 വരെയുള്ള സമയമാണ്. ഈ നാളുകാർക്ക് ഏതൊക്കെ നാളുകാർക്കാണ്? ചതയം, രോഹിണി, അശ്വതി, മകം, പുണർദം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ധനനേട്ടമുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിന്തിക്കുന്നത് ലോട്ടറി ഭാഗ്യമാണ്. ലോട്ടറി ഭാഗ്യം ആഗ്രഹിക്കാത്തവരാരുമില്ല. ഒരു ലോട്ടറി അടിച്ചാൽ നല്ലതായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ ഒരു ലോട്ടറി നല്ലൊരു തുക കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. എല്ലാവർക്കും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ലോട്ടറി അടിച്ചാൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അപ്പോൾ അവർക്ക് വേണ്ടി പറയുന്നു, ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പിടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്കുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം 4 പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം 1/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 3/4, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂരുട്ടാതി 3/4 നാളുകാർക്കും പ്രതീക്ഷിക്കാം. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും സമ്മാനം ലഭിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. കാരണം ഒരു നക്ഷത്രത്തിൽ 10 ലക്ഷത്തിലധികം ജാതകരുണ്ടെന്നുള്ളതും അറിഞ്ഞു വേണം ലോട്ടറി എടുക്കുവാനും ലോട്ടറി സമ്മാനം പ്രതീക്ഷിക്കുവാനും ഒക്കെ. ഞാൻ വളരെ നാളുകളായിട്ട് ലോട്ടറി എടുക്കുന്നു, എനിക്ക് ലോട്ടറി ഒന്നും അടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക്, ഉദാഹരണം ഒരു നീറ്റ് മത്സര പരീക്ഷയ്ക്ക് എത്രയോ ലക്ഷങ്ങളാണ് എഴുതുന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ കുറവാണ് അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ, എത്രയോ ലക്ഷങ്ങളാണ് നീറ്റിൻ്റെ എക്സാം എഴുതുന്ന കുട്ടികൾ. ആ കുട്ടികളിൽ നിന്നും എത്ര പേർക്കാണ് കിട്ടുക? 400 പേർക്കായിരിക്കും, അല്ലെങ്കിൽ 1000 പേർക്കായിരിക്കും കിട്ടുക. 1000 പേരെന്ന് പറയുമ്പോൾ എത്ര ലക്ഷം പേരാണ് ആ നീറ്റിൻ്റെ എക്സാം എഴുതുന്നതെന്നുള്ളത് ആലോചിക്കണം. അവിടുന്ന് 1000 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ലോട്ടറിയും. അപ്പോൾ അത് കുറേ നാൾ ചിലപ്പോൾ തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ അവർക്ക് ഭാഗ്യദേവത കടാക്ഷിച്ച് സമ്മാനം കിട്ടിയെന്ന് വരും. അപ്പോൾ അതൊക്കെ ലോട്ടറിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിവരമുള്ളവരെ പോലെ ചിന്തിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. ലോട്ടറി എടുത്തിട്ട് അടിച്ചില്ല എന്ന് പഴി പറയരുത്. ലോട്ടറിയുടെ സമ്മാന ഘടന എങ്ങനെയാണെന്നുള്ളതൊക്കെ പരിശോധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വേണം, അല്ലെങ്കിൽ പിന്നീട് അത് വലിയൊരു വിഷമത്തിലേക്ക് എത്തിച്ചേരും. പലരും ലോട്ടറി എടുത്തിട്ട് സമ്മാനം അടിക്കുന്നില്ലെന്നും പറഞ്ഞ് ബാക്കി കയ്യിലുള്ള പൈസയ്ക്ക് മദ്യപാനവും കൂടെ നടത്തും.
അപ്പോൾ അത് മതി ജീവിതം തകർന്നു പോകാൻ. അപ്പോൾ ഞാൻ വളരെ നാളുകളായി ലോട്ടറി എടുക്കുന്നു, എനിക്ക് ലോട്ടറി ഒന്നും അടിക്കുന്നില്ല എന്നുള്ള വിഷമത്താൽ മദ്യപാനത്തിലേക്കും പോകുന്നുണ്ട്. കുടുംബം നശിക്കുവാനും ജീവിതം നശിക്കുവാനും ഉള്ള രണ്ട് മാർഗ്ഗമാണ്. അപ്പോൾ അത് ആലോചിച്ച് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുക. ഞാൻ ഇതിനകത്ത് കൂടുതൽ ആൾക്കാർക്കും താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനും ഇത് പറയുന്നത്. ലോട്ടറി സമ്മാനം, ലോട്ടറിയെക്കുറിച്ച് പറയുന്ന വീഡിയോകളൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ എത്രമാത്രം താല്പര്യമുണ്ടെന്നുള്ളത് ആ വീഡിയോ ഒക്കെ അതിൻ്റെ വ്യൂവേഴ്സിനെ കാണുമ്പോൾ അറിയാൻ പറ്റും. അതൊക്കെ അവർ പ്രലോഭനത്തിൽ കൂടി പറയുന്നതാണ്. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. കുറച്ച് വ്യൂവേഴ്സൊക്കെ മതി, ആരും നശിച്ചു പോയിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ ചിന്തിക്കുന്ന കാര്യം നക്ഷത്രഫലമാണ്. വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ചിന്തിക്കുന്നത്. നക്ഷത്രഫലം ചുരുക്കമായിട്ടാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം മെയ് മാസം 14 അവർക്ക് 3-ാം ഭാവത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ 2-ലാണ് നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ കൊടുക്കും. പിന്നെ അവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർ അറിഞ്ഞിരിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകും. അതോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും കുടുംബം, ധനം, ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറഞ്ഞു തരുവാനുള്ളത്. അവർക്ക് സുഖസ്വസ്ഥ ദേഹധന്മ അല്പം കുറവായിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ പോലും അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഭാഗ്യാനുഭവങ്ങളും അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. മറ്റു വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ 12-ലെ ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ചിലരിലൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടായിരിക്കാം. അതിൻ്റേതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ പോലും ഈ വ്യാഴാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ കടബാധകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രോഗത്താലോ ഉള്ള പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാത്തൊരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം. അതുപോലെ തന്നെ അവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടം അവർക്ക് വന്നു ചേരുന്നു. അതുപോലെ തന്നെ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുകയും ആ ശുക്രൻ പരസ്പരം ക്ഷേത്രം മാറി, വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി പരിവർത്തനം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പരിവർത്തന രാജയോഗത്താലുള്ള അനുഭവങ്ങളും ഈ ഇടവക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നു. രോഗം, ശത്രുത, കടബാധികളായുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ദാമ്പത്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാരകമായ രോഗങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇവരെ അലട്ടുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം തരക്കേടില്ലാതെ പോകുന്നു. അങ്ങനെ ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ധനം ചെലവഴിക്കും. നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എങ്കിൽ പോലും അവർക്ക് നേരത്തെ പോലെയുള്ള അത്ര പരാജയങ്ങളൊന്നും വന്നു ചേരാതെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലുള്ള ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേർന്ന് സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയൊക്കെ ജീവിച്ചു പോകാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ, വീട്, വസ്തുവാഹനം, ഭൂമി എന്നുള്ള നേട്ടങ്ങൾ, പെൺമക്കൾ മുഖേനയുള്ള നേട്ടങ്ങൾ, അങ്ങനെ കുറേയേറെ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. എന്നാൽ ചെറിയ രീതിയിലുള്ള ധനനഷ്ടത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ മറ്റു വിധത്തിലൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിലിടങ്ങളിൽ നിന്ന് മേലധികാരികൾ മുഖേനയുള്ള നല്ല സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇവരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ
ഭാഗ്യം കൊണ്ട് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ചിലർക്ക് ഭാഗ്യക്കേടുകളായിട്ട് മാറും. ഭാഗ്യമാണ് കൂടുതലും തുണയ്ക്കുവാൻ സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കുറേ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വ്യാഴാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് രാജകീയമായ ജീവിത സാഹചര്യങ്ങൾ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കൂടി വന്നു ചേരുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഇവർക്ക് കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഇപ്പോൾ നിലവിലുണ്ട്. മക്കൾക്ക് വ്യാഴം അനുകൂലമായി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം പ്രവർത്തിക്കുന്ന ജാതകരാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തുടരെ ഉണ്ടാകും. നേരെ മറിച്ച് അവർക്ക് ഈ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് ത്രികോണഭാവത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം അവർക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ തന്നെ മക്കളെ കൊണ്ടും തൊഴിൽ കൊണ്ടും ഒക്കെയുള്ള സൗഭാഗ്യമായ ജീവിത സാഹചര്യങ്ങൾ അവർക്കുണ്ടാകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരുപക്ഷെ കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ചിലപ്പോൾ അവർക്ക് ചില കാര്യങ്ങളിൽ കുറവായിരിക്കാം. അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകാം. എങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കിപ്പോൾ നേട്ടങ്ങളുടെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാരണം അവരുടെ ജന്മാവത്തിൻ്റെ അധിപൻ ഉച്ചനായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണല്ലോ. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം സ്വാധീനിക്കുന്നവർക്ക് മാത്രമേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാറുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം തന്നെ നേട്ടമാണെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ തുടരെ വന്ന് ചേരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെങ്കിൽ വ്യാഴം അവരുടെ ഭാഗ്യഭാവത്തിൽ നിന്നുകൊണ്ട് അവരെ കൂടുതലായിട്ടും സഹായിക്കുന്നില്ല. അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവർക്ക് കൊടുക്കാതെ പോകുന്നു. എന്നാൽ ഈ വ്യാഴാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് ഏറെക്കുറെ ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ഉള്ള നേട്ടങ്ങൾ അവർക്ക് ചെറിയ രീതിയിലൊക്കെ നേട്ടങ്ങളായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എടുത്തു പറയത്തക്ക കാര്യം. ഭാഗ്യാനുഭവങ്ങളാൽ അവർ സന്തുഷ്ടരായി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ വ്യാഴം അവർക്ക് ഭാഗ്യഭാവത്തിൽ നിന്നുകൊണ്ട് വാരിക്കൂരി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു നിൽക്കുന്നു. ഇപ്പോൾ ശുക്രൻ പരിവർത്തനം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ശുക്രൻ്റേതായിട്ടുള്ള ഒരു നേട്ടവും വ്യാഴത്തിൻ്റേതായിട്ടുള്ള ഒരു നേട്ടവും ചെറിയ രീതിയിലൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രതിസന്ധികളില്ലാതെ കടന്നു പോകുന്നു. എങ്കിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇവരെ സംബന്ധിച്ച് 7-ൽ ശനി നിൽക്കുന്നു. കണ്ടകശനിയാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സാഹചര്യമാണെന്നുള്ള അറിവോടും കൂടി ജീവിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി ഇടപെടുമ്പോൾ ആ തിക്താനുഭവങ്ങളൊക്കെ മാറി അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട. പരിവർത്തന രാജയോഗ പ്രകാരം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി ഇടപെട്ടാൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സാധിച്ചു കൊടുക്കും. ഇവർ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുക. ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളൊക്കെ ഉണ്ടാകും. മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ആവശ്യത്തിനുണ്ട്. എങ്കിലും ധനനഷ്ടവും സ്ത്രീകൾ മുഖേനയുള്ള അപമാനവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യവുമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബുദ്ധിപരമായ പരാജയം, മക്കളെ കൊണ്ടുള്ള മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ ഇവർക്ക് ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചാൽ ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇവർക്ക് ശനിയുടേതായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശനി ഇവർക്ക് 5-ൽ നിന്നുകൊണ്ടുള്ള ആ ദോഷവശങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്നും മാറി. അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ ആശ്വാസം വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കിപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളൊക്കെ സംഭവിക്കാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാഞ്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങളായി വന്നു ചേരുന്നൊരു സമയമാണ്. എന്നാൽ സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ വ്യാഴാഴ്ച ദിവസം ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതാണ് പറഞ്ഞു വരാനുള്ളത്. സ്ത്രീകൾ മുഖേനയുള്ള ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി മക്കൾക്ക് ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള ഇടപാടുകളൊക്കെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്താൽ മറ്റു വിഷയങ്ങളിലൊന്നും പരാജയം സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം,
മേലധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ, ധനധാന്യ സമൃദ്ധിയൊക്കെ ഇപ്പോൾ നല്ല സമയമാണെന്നുള്ളത് ഈ വൃശ്ചികക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതയൊന്നും അത്ര അനുകൂലമല്ല. കടബാധകളും പ്രശ്നങ്ങളും ഒക്കെ ചെറിയ രീതിയിൽ ഇവരെ അലട്ടുന്ന സാഹചര്യമാണ്. ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. 4-ലെ ശനി, കണ്ടകശനിയായിട്ട് ഇവരുടെ ജീവിതത്തിൽ കാര്യതടസ്സത്തെയൊക്കെ ഉണ്ടാക്കുന്നു. അത്ര അനുകൂലമായ സമയമല്ല, സൂക്ഷിക്കേണ്ട സമയമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. എന്നാൽ കടബാധകളാൽ ഭാരപ്പെടുന്നവർക്കും രോഗത്താലും ശത്രുതകളാലും ഭാരപ്പെടുന്നവർക്കും ആശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് നേട്ടം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ വന്നു ചേരേണ്ടതാണ്. അതൊക്കെ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നു. മാതാവ് മുഖേന മാതാവിൻ്റെ വസ്തുവകളൊക്കെ അല്ലെ സ്വത്തുവകളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. പലർക്കും അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ധനുക്കൂറുകാർ ഇപ്പോൾ കടന്നു പോകുന്നത്. അത്ര സൂട്ടബിളായിട്ടുള്ള ടൈമല്ല. പലരും പല കാര്യങ്ങളിലും ക്ലേശിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞ് ജീവിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം, തൊഴിൽപരമായിട്ടുള്ള ഗുണം പ്രതീക്ഷിക്കാം. തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരെ സംബന്ധിച്ച് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നിരുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവർക്ക് യാതൊരുവിധ പ്രതിസന്ധികളും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഇനി ദശാകാലത്തിൻ്റെ സമയദോഷമുള്ളവർക്ക് മാത്രമേ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷേ എന്തുകൊണ്ടും കുടുംബസുഖം, ധനപരമായ നേട്ടം, ഭാഗ്യാനുഭവങ്ങൾ, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം ധനം കടം വഹിക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. അവർക്ക് കിട്ടുന്ന ധനം അവരുടെ ആവശ്യത്തിന് തികയാതെ ചിലവഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കടം മേടിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതിനാൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധകൾ ഉണ്ടാകും. സ്ഥിര ജോലി ഉള്ളവർക്കോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത, കുടുംബസ്വത്തൊക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ ഇത് ബാധകമല്ലെങ്കിലും അന്നന്ന് കിട്ടുന്നവർക്കൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കടം മേടിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുവാൻ ഇടയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും മീനക്കൂറുകാർക്ക് വന്നു ചേരാൻ സാധ്യതയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളും ഇവരെ കാര്യമായിട്ട് തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെ വ്യാഴാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മീനക്കൂറുകാർ കടന്നു പോകുന്ന. അത്ര അനുകൂലമായ അനുഭവങ്ങളൊന്നും, നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.